പ്രത്യേക സംഘം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനാണ് ഇപ്പോൾ പരിഗണന നൽകുന്നത്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച ആലപ്പുഴയിലെ ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരുന്നത്. അതേ മാതൃകയിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് SIT രൂപീകരിക്കുന്നതിനെ കുറിച്ചാണ് ആലോചന നടക്കുന്നത്. ഇന്നലെയാണ് പാറക്കൽ അബ്ദുള്ള MLA ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുന്നത്. ഇന്നലെ ആഭ്യന്തര വകുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക ചർച്ച നടന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ DGPയുമായി അദ്ദേഹത്തിന് ഇന്നലെ കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചില്ല. ഇന്നിപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി വിളിച്ചിരിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് ഉണ്ട്. ഈ യോഗത്തിന് ശേഷം DGPയുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതോടുകൂടി ഇതിലൊരു പുനരന്വേഷണം അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുള്ള അന്വേഷണം നടത്താനുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുകയും ചെയ്യുന്നത്. കുറെ വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താനോ വടകര പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട 2 FIRകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ FIRൽ ഒരു MSF പ്രവർത്തകനെ പ്രതിയാക്കിയിരുന്നു. പിന്നീട് അദ്ദേഹമല്ല പ്രതി എന്ന നിലയിലേക്ക് അദ്ദേഹമല്ല ഇത് തയ്യാറാക്കിയിരുന്ന നിഗമനത്തിലേക്ക് വരുന്നു. പിന്നീടാണ് ഒരു DYFIയുടെ നേതാവിന്റെ ഫോണിലാണ് ഇത്തരത്തിൽ ഒരു സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയിരിക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ വരുന്നത്. ആ ഫോൺ ഉൾപ്പെടെ പരിശോധനകൾ നടത്താൻ വേണ്ടി ആലോചിച്ചിരുന്നെങ്കിലും പിന്നീട് അതിന്റെ തുടർ നടപടികളിലേക്ക് പോയിരുന്നില്ല. പിന്നീട് അവസാനം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള നടപടികളിലേക്ക് വടകര പോലീസ് കടക്കുന്നു. ഔദ്യോഗികമായ ഒരു കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടില്ല. പക്ഷെ അതിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കാനും ഒരു പ്രത്യേക സംഘത്തെ തന്നെ ഇതിനായി നിയമിക്കാനുള്ള ആലോചനയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുന്നത്. വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്.